We are going to our second botany class. ഇന്ന് നമുക്ക് ബോട്ടണിയിലെ +1 പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ എന്ന് നോക്കാം. നമുക്ക് പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ ദ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ ആണ്. എന്താ ചാപ്റ്ററിന്റെ പേര്? ദ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ടാക്സോണമി എന്ന ബ്രാഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. വാട്ട് ഈസ് മീൻ ബൈ ടാക്സോണമി? എന്താണ് ടാക്സോണമി എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് ത്രൂ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഈ 3 സ്റ്റെപ്പുകളിലൂടെ ജീവനുള്ളവയെ കുറിച്ചുള്ള പഠനത്തെയാണ് ടാക്സോണമി എന്നറിയപ്പെടുന്നത്. എന്താ ഐഡന്റിഫിക്കേഷൻ എന്ന് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുവിനെ കണ്ടെത്തുന്ന രീതി, അതാണ് ഐഡന്റിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ മീൻസ് നമ്മൾ അതിനെ തരംതിരിക്കുന്നു, അതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നോമൻക്ലേച്ചർ, തരംതിരിച്ചതിന് ശേഷം അതിനൊരു പേര് കൊടുക്കുന്ന രീതിയെ നോമൻക്ലേച്ചർ എന്നും പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ, നെല്ല് പേര് കൊടുക്കുന്നു, റൈസ് പ്ലാന്റ്, അല്ലെങ്കിൽ സയന്റിഫിക് നെയിം കൊടുക്കുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം. പൈസം സറ്റൈവ. ഇത്തരത്തില് കണ്ടെത്തി പേര് കൊടുത്ത് അതിനെ തരംതിരിച്ചു പഠിക്കുന്ന രീതിയാണ് ടാക്സോണമി. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പല കാലങ്ങളിലായിട്ട് പല പല സയന്റിസ്റ്റുകൾ നമ്മുടെ ലിവിങ് ഓർഗാനിസംസിനെ, പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പല പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പാക്കി മാറ്റുന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആരംഭിക്കുന്നത് അരിസ്റ്റോട്ടിലിന്റെ കാലത്താണ്. അരിസ്റ്റോട്ടിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. He is an ancient Greek philosopher. He is considered as father of biology. അരിസ്റ്റോട്ടിൽ ആദ്യമായിട്ട് എല്ലാ ജീവജാലങ്ങളെയും 2 വലിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. നമുക്ക് അറിയാവുന്നത് തന്നെ പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. അപ്പൊ എന്താ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ? Aristotle classified the whole living organisms into 2 major groups, plants and animals. This is a classification of Aristotle. Okay. വീണ്ടും പല പല സയന്റിസ്റ്റുകൾ ഇത്തരത്തിലെ ജീവജാലങ്ങളെ പല ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാനില്ല. സെക്കൻഡ് നമുക്ക് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ മറ്റൊരു ചെറിയ ക്ലാസിഫിക്കേഷൻ ആണ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താ ക്ലാസിഫിക്കേഷന്റെ പേര്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പേര് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു, കാൾ ലിനേസ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു പഠിക്കുക. കാൾ ലിനേസ്. കാൾ ലിനേസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ടാക്സോണമി എന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാൾ ലിനേസ് ആണ്. കാൾ ലിനേസ് ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ടാക്സോണമി. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. ടാക്സോണമിയുടെ മലയാളം വർഗീകരണ ശാസ്ത്രം. ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ കാൾ ലിനേസ് ആണ്. അപ്പോൾ നമുക്ക് കാൾ ലിനേസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കാം. കാൾ ലിനേസ് അല്ലെങ്കിൽ കരോളസ് ലിനേസ് എന്ന് പറയാറുണ്ട് കേട്ടോ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തെന്നാൽ കാൾ ലിനേസ് ക്ലാസിഫൈഡ് ദ ഹോൾ ലിവിംഗ് ഓർഗാനിസംസ് ഇൻടു 2 മേജർ ഗ്രൂപ്പ്സ്. നമ്മുടെ അരിസ്റ്റോട്ടിൽ പോലെ തന്നെ കാൾ ലിനേസും മൊത്തത്തിലുള്ള ജീവജാലങ്ങളെ, അന്ന് കണ്ടെത്തിയിട്ടുള്ള ജീവജാലങ്ങളെല്ലാം 2 മേജർ ഗ്രൂപ്പുകളാക്കി മാറ്റി. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കിങ്ഡം പ്ലാന്റ് ആൻഡ് സെക്കൻഡ് കിങ്ഡം ആനിമേലിയ. അപ്പൊ കാൾ ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഹി ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ് ഇൻടു 2 ഗ്രൂപ്പ്സ്. അദ്ദേഹം 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം ആനിമേലിയ എന്നും. ഓക്കെ. കാൾ ലിനേസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മളൊരു ബേസ് ആയിട്ട് എടുക്കുന്നതാണ്. ഇത് പിന്നീട് വന്ന സയന്റിസ്റ്റുകൾ റിജക്ട് ചെയ്തു, അല്ലെങ്കിൽ പിന്നീട് പുതിയ പുതിയ ക്ലാസിഫിക്കേഷനുകൾ വരാനുണ്ടായ കാരണം ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. ഡീമെറിറ്റ്സ് മീൻസ് പോരായ്മകൾ. അപ്പൊ അത്തരത്തില് 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പോരായ്മകൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 3 ഡീമെറിറ്റ്സ് മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡീമെറിറ്റ്, ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. ഈ 2 ടേംസ് നമുക്ക് സ്ഥിരമായിട്ട്, അതായത് തുടർന്ന് പഠിക്കുമ്പം കൂടുതലായിട്ട് വരുന്ന 2 ടേംസ് ആണ് യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. ഈ ഡീമെറിറ്റ്സ് പറഞ്ഞതിന് ശേഷം ഞാൻ അതിനെ കുറിച്ച് പറയുന്നതാണ്.
ഈ രണ്ട് ടേംസ് ശ്രദ്ധിക്കുക, യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. വിശദമായിട്ട് ഇതിന് ശേഷം ഞാൻ പറഞ്ഞു തരും. തൽക്കാലം പ്രോകാരിയോട്സ് മീൻസ് ബാക്ടീരിയ പോലുള്ള ജീവികൾ ഉൾപ്പെടുന്നതാണ് പ്രോകാരിയോട്സ്. ബാക്ടീരിയ എല്ലാവർക്കും അറിയാം, മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് പ്രോകാരിയോട്ടും, ബാക്കി വരുന്നവയല്ല യൂകാരിയോട്സ്. തൽക്കാലം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. ഫസ്റ്റ് ഡീമെറിറ്റ്സ്, ഫസ്റ്റ് പോരായ്മ ഇതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ. ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. ഇതൊരു പോരായ്മയാണ്. കാരണം വ്യക്തമായിട്ട് ഏകകോശ ജീവികളെ കുറിച്ചോ ബഹുകോശ ജീവികളെ കുറിച്ചോ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ രണ്ട് വലിയ ഗ്രൂപ്പാക്കി മാത്രമേ കാൾ ലിനേഴ്സ് പറഞ്ഞിട്ടുള്ളൂ. കാൾ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ സെക്കൻഡ് ഡീമെറിറ്റ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ഓർ ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. വീണ്ടും രണ്ട് ടേംസ് വരുന്നുണ്ട്, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. യൂണിസെല്ലുലാർ മീൻസ് ഏകകോശ ജീവികളും, മൾട്ടി സെല്ലുലാർ എന്തെന്ന് വെച്ചാൽ ബഹുകോശ ജീവികൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് യൂണിസെല്ലുലാർ ഏതെന്നോ മൾട്ടി സെല്ലുലാർ ഏതെന്നോ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ഇത് ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. തേർഡ് ഡീമെറിറ്റ്, ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടത്തുന്നവയുണ്ട്, ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ജീവികളുണ്ട്, ഫോട്ടോസിന്തസിസ് നടത്താത്തവയുണ്ട്. ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഗ്രീൻ പ്ലാന്റ്സ്, നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഈ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇവയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ഏതിപ്പോ പ്ലാന്റ്സിൽ തന്നെ ഫംഗസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ കാൾ ലിനേഴ്സിന് ഇല്ലായിരുന്നു. അദ്ദേഹം മൊത്തത്തിൽ ഉള്ള ജീവജാലങ്ങളെ എടുത്ത് കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം അനിമേലിയ എന്നും തിരിച്ചു. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് റിജക്റ്റഡ്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന സയന്റിസ്റ്റുകൾ ഈ ഒരു ക്ലാസിഫിക്കേഷനെ റിജക്ട് ചെയ്തു, നിരസിച്ചു. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് പ്രോകാരിയോട്സ് യൂകാരിയോട്സ് എന്തെന്ന് നോക്കാം. എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് മീൻ ബൈ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്? ഇതിന്റെ ഡിഫറൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. എന്താ പ്രോകാരിയോട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓർഗാനിസം ഹാവിംഗ് നോ ട്രൂ ന്യൂക്ലിയസ് എന്നാണ്. ദർ ഈസ് നോ ട്രൂ ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവജാലങ്ങളെ പ്രോകാരിയോട്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് ട്രൂ ന്യൂക്ലിയസ് എന്ന് പഠിക്കണം. എന്താ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ മലയാളം മീഡിയംകാർ പഠിക്കുന്നുണ്ട് മർമ്മം. നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ എന്താ മർമ്മത്തിന്റെ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിന്റെ പിക്ചർ കാണാം നമുക്ക്. എന്താ ട്രൂ ന്യൂക്ലിയസ് എന്ന് നോക്കാം. യഥാർത്ഥ മർമ്മം. ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്പെറിക്കൽ ഷേപ്ഡ് സെൽ ഓർഗനലാണ്. സ്പെറിക്കൽ ഷേപ്പിലുള്ള കോശ അംഗത്തെയാണ്, സെൽ ഓർഗനൽ മീൻസ് കോശ അംഗം, കോശ അംഗത്തെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എടുത്താൽ ഇതിനെ ചുറ്റിക്കൊണ്ട് ഒരു ആവരണമുണ്ട്. അതായത് ദ മെംബ്രെയിൻ വിച്ച് സറൗണ്ട് ദി ന്യൂക്ലിയസ്. ആവരണം മെംബ്രെയിൻ വിച്ച് സറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. എന്താ പേര്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിലായിട്ട് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, അകത്ത് നമുക്കൊരു ലിക്വിഡ് കാണാൻ പറ്റും, ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ദിസ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ന്യൂക്ലിയോപ്ലാസം, മർമ്മദ്രവ്യം. Then another spherical shaped structure, മറ്റൊരു ചെറിയ സ്പെറിക്കൽ റൗണ്ട് ഷേപ്പിൽ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് മീൻസ് മർമ്മകം. അപ്പൊ നോക്കിയേ, മർമ്മം, മർമ്മത്തെ ചുറ്റിക്കൊണ്ട് കാണുന്ന ആവരണത്തെ മർമ്മസ്തരം എന്ന് പറയാം, ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇതിനകത്ത് കാണുന്ന ഫ്ലൂയിഡിനെ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കാം. വീണ്ടും ഇതിനകത്ത് കാണുന്ന ആ ചെറിയ സ്പെറിക്കൽ യൂണിറ്റിനെ ന്യൂക്ലിയോലസ് എന്ന് വിളിക്കാം, ന്യൂക്ലിയോലസ്, മർമ്മകം. ഓക്കെ, മർമ്മം, മർമ്മസ്തരം, മർമ്മദ്രവ്യം, മർമ്മകം. ഇതാണ് ഒരു ട്രൂ ന്യൂക്ലിയസ്. ഇത്തരത്തിലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രോകാരിയോട്ടിലാണെങ്കിൽ ദർ ഈസ് നോ ട്രൂ ന്യൂക്ലിയസ്. ഇത്തരത്തിലൊരു ന്യൂക്ലിയസ് അല്ല കാണുന്നത്. എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയ പറയാം. അപ്പോൾ ട്രൂ ന്യൂക്ലിയസ് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നിങ്ങൾ നോക്കിയേ, പ്രോകാരിയോട്സ് ദർ ഈസ് നോ ട്രൂ ന്യൂക്ലിയസ്. എന്തില്ല? ട്രൂ ന്യൂക്ലിയസ് ഇല്ല, യഥാർത്ഥ മർമ്മം ഇല്ല. പകരം ഒരു ചെറിയ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ
ഒരു ജനിതക വസ്തു മാത്രമാണ് ഈ ജീവികളിൽ കാണുന്നത് ട്രൂ ന്യൂക്ലിയസിന് പകരമായിട്ട്. എക്സാമ്പിൾ ബാക്ടീരിയ ആണ് എക്സാമ്പിൾ. പ്രോകാരിയോട്ടിന് എക്സാമ്പിൾ ബാക്ടീരിയ. യൂകാരിയോട്ട് നോക്കിയേ, they having true nucleus. അവയ്ക്ക് എന്തുണ്ട്? ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്, യഥാർത്ഥ മർമ്മമുണ്ട്. നമ്മൾ താഴെ കണ്ട, നേരത്തെ കണ്ട ആ മർമ്മം നമുക്കിവിടെ കാണാൻ പറ്റും. ട്രൂ ന്യൂക്ലിയസ് എല്ലാ യൂകാരിയോട്സിലും കാണാൻ പറ്റും. ഹ്യൂമൻ ബീങ്സും ഓൾ ആനിമൽസ്, പ്ലാന്റ്സ്, അമീബ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം യൂകാരിയോട്സ് ആണ്. സെക്കൻഡ് ഡിഫറൻസ് നോക്കുന്നെങ്കിൽ പ്രോകാരിയോട്സ് all membrane bound cell organelles are absent. എന്ന് വെച്ചാൽ എന്താ? എല്ലാ സ്ഥലം കൊണ്ട് മെംബ്രെയിൻ സ്ഥലം, ആവരണം കൊണ്ട് നിർമ്മിതമായ എല്ലാ കോശാംഗങ്ങളും നമുക്ക് പ്രോകാരിയോട്ടിൽ കാണാൻ കഴിയില്ല. all membrane bound cell organelles are absent. അപ്പൊ എന്താ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കോശാംഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് എന്ന് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഒന്ന്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അന്തർദ്രവ്യ ജാലിക. ഇതെല്ലാം വിശദമായിട്ട് നിങ്ങൾ പിന്നീട് പഠിക്കും. രണ്ട്, ലൈസോസോം. ലൈസോസോം എന്ന് തന്നെയാണ് മലയാളം മീഡിയംകാരും പഠിക്കുന്നത്. അതുപോലെ ഗോൾഗി ബോഡീസ്, ഗോൾഗി വസ്തുക്കൾ. മൈറ്റോകോൺട്രിയ, മൈറ്റോകോൺട്രിയ. ഇത്തരത്തിലുള്ളവയെല്ലാം മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആണ്. ഇത്തരത്തിലുള്ള മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇൻ ദി കേസ് ഓഫ് പ്രോകാരിയോട്ട് ആബ്സെന്റ്. പ്രോകാരിയോട്ടിൽ കാണത്തില്ല. ഓക്കെ, അപ്പൊ ഓൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ ആബ്സെന്റ്. മനസ്സിലായല്ലോ? മെംബ്രെയിൻ ബൗണ്ട് ആവരണം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കോശാംഗങ്ങൾ കാണത്തില്ല. In the case of eukaryote, യൂകാരിയോട്ടിലാണെങ്കിൽ all the membrane bound cell organelles are present. നേരത്തെ പറഞ്ഞ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോം, ഇവയെല്ലാം യൂകാരിയോട്ടിക് സെല്ലിൽ കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? തേർഡ് ഡിഫറൻസ്, the only living cell organelle is ribosome. പക്ഷേ പ്രോകാരിയോട്ടിലാണെങ്കിൽ ഒരേ ഒരു കോശാംഗം കാണുന്നുണ്ട്, റൈബോസോം. റൈബോസോം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ റൈബോസോമിന്റെ പ്രത്യേകത, റൈബോസോമിന് ആവരണമില്ല. അതുകൊണ്ടാണ് ആവരണമില്ലാത്ത ഒരേ ഒരു കോശാംഗം റൈബോസോം പ്രോകാരിയോട്ടിലുണ്ട്. അപ്പൊ ദ ഓൺലി ലിവിംഗ് സെൽ ഓർഗനൽ പ്രസന്റ് ഇൻ പ്രോകാരിയോട്ട് ഈസ് റൈബോസോം. ഓക്കെ, റൈബോസോം. ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ് ഓൾ സെൽ ഓർഗനൽസ് ആർ പ്രസന്റ്. അതുകൊണ്ട് തന്നെ റൈബോസോം യൂകാരിയോട്ടിൽ കാണുന്നുണ്ട്. പ്രോകാരിയോട്ടിന് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ടീരിയ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. പ്രോകാരിയോട്ടിന് എക്സാമ്പിൾ ബാക്ടീരിയ. ഓൾ അതർ ഓർഗാനിസംസ് ആർ യൂകാരിയോട്ട്. ബാക്കി വരുന്ന ജീവജാലങ്ങളുടെ എല്ലാം സെല്ല് യൂകാരിയോട്സ് ആണ്. എക്സാമ്പിൾ അമീബ വരുന്നുണ്ട്, ഫംഗി വരുന്നുണ്ട്, പ്ലാന്റ്സ് വരുന്നുണ്ട്, ആനിമൽസ് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പ്രോകാരിയോട്സ് യൂകാരിയോട്സ് എന്തെന്ന് മനസ്സിലായി കാണും. വ്യക്തമായിട്ട് വായിച്ചു പഠിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഇതുപോലെ എഴുതി കാണിക്കുക. ഓക്കെ, okay students, we are going to another important classification, 5 kingdom classification. എന്താ ക്ലാസിഫിക്കേഷന്റെ പേര്? 5 kingdom classification. നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ് 5 kingdom classification. Who introduced 5 kingdom classification? ആരാ 5 kingdom classification കൊണ്ടുവന്നത്? 2 kingdom classification കാൾ ലിനേസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്കിൽ 5 kingdom classification ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് R.H. വിറ്റാഗർ. എന്താ പേര്? R.H. വിറ്റാഗർ. ഇൻ 1969, 1969 R.H. വിറ്റാഗർ 5 kingdom classification കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ 5 kingdom classification ഏത് വർഷം? 1969 R.H. വിറ്റാഗർ. ഓക്കെ, ക്ലിയർ? എന്താ 5 kingdom classification പറയുന്നത്? R.H. വിറ്റാഗർ ക്ലാസിഫൈഡ് ദ ഹോൾ ലിവിംഗ് ഓർഗാനിസംസ് ഇൻടു 5 ഗ്രൂപ്പ്സ്. എത്ര ഗ്രൂപ്പ് ആയിട്ടാണ് തിരിച്ചത്? 2 kingdom classification 2 ഗ്രൂപ്പ് ആണെങ്കിൽ 5 kingdom classification 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഫസ്റ്റ് വൺ കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ
Second, kingdom Protista. Kingdom Protista. Third, kingdom Fungi. Kingdom Fungi. Fourth one, kingdom Plantae. Kingdom Plantae. And fifth one, kingdom Animalia. ഇത്തരത്തില് 5 ഗ്രൂപ്പുകളായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുന്നു. ഓക്കെ, all of you listen. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക. അതിനുശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ.